ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അവർക്കാർക്കും ഒന്നിനെപ്പറ്റി പിടിപാടില്ല. ഇത് മനുഷ്യൻ്റെ കാര്യമാണ്, ജീവിത പ്രശ്നമാണ്. പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് നാടാകെ ഇതുപോലെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഇത്രയും നാണം കെട്ടൊരു ഗവൺമെൻറ്റിനെ ആദ്യമായി കേരളം കാണുകയാണ്. ഈ ഗവൺമെൻറ്റിനെ പറ്റി തുടക്കത്തിൽ ഒന്നും പറയണ്ടായെന്ന് എത്ര വട്ടം കരുതിയാലും പറഞ്ഞേ തീരൂ. അത്രയേറെ പരാജയപ്പെട്ട ഗവൺമെൻറ്റാണ്. ഇതിൻ്റെ മുഖമുദ്ര നിരുത്തരവാദിത്വമാണ്, ദ്രോഹമാണ് ചെയ്യുന്നത്. മനുഷ്യത്വമില്ലാത്ത, പാവങ്ങളെ അറിയാത്ത, ദുരിതങ്ങളെ അറിയാത്ത ഒരു ഗവൺമെൻറ് വലിയവർക്ക് വേണ്ടിയും പണക്കാർക്ക് വേണ്ടിയും ഹെലികോപ്റ്ററിൽ പറക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ ജനങ്ങൾ കാണുകയാണ് ഇവിടെ ഇപ്പോൾ. എന്തായാലും ശരി, ഇതിൻ്റെ മാറ്റം ഉണ്ടാകണം. അടിയന്തരമായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കണം. തിരച്ചിലിന് വേണ്ടിയുള്ള സംഘത്തെ ഇവിടെ കൊണ്ടുവരണം. ഈ നാട്ടിലെ 10 പേരെ കൂട്ടാമെന്ന് പറഞ്ഞു, അവരെ കൂട്ടണം. അവരെപ്പോഴും കാത്തു നിൽക്കുകയാണ് ഇവിടെ, അവരെ കൂട്ടണം. നേവിയെ വിളിച്ചിട്ട് നേവി വരില്ലെന്നാണ് പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ നേവിയെ വിളിച്ചിട്ട് നേവി വരില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. ചില ഘട്ടങ്ങളിൽ നേവി വരണമല്ലോ ഇവിടെ. കോസ്റ്റ് ഗാർഡുണ്ട്, നേവിയുണ്ട്, അതെല്ലാം വരണ്ടേ ഇവിടെ. വന്ന കാലം ഉണ്ടല്ലോ ഇവിടെ. വരുത്താൻ കെൽപ്പുള്ള സർക്കാർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇപ്പോൾ LDF പോയി, പുതിയ ഭരണം വന്നു. വളരെ കഷ്ടമാണത്. ഈ ദുരിതം നടന്ന 3 സ്ഥലത്താണ് അപകടം. അത് നീണ്ടകരയിലുണ്ടായി, വിഴിഞ്ഞത്തുണ്ടായി, മുതലപ്പുഴയിലുണ്ടായി. 3 സ്ഥലത്തും ഫിഷറീസ് വകുപ്പ് മന്ത്രി നേരിട്ട് വന്നില്ല. മാത്രമല്ല ഇവിടെയാണെങ്കിൽ ചിറയൻകീഴ് MLA അവർ പിറ്റേ ദിവസം 1-ാം തീയതി എത്തി. അത് കഴിഞ്ഞിട്ട് മൃതദേഹം കിട്ടിയ ദിവസം കിട്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും 7 ദിവസമായി. ഈ പറഞ്ഞ അവരെ ആശ്വസിപ്പിക്കാൻ ഇവർ ജനപ്രതിനിധികൾ ഒരു ആത്മവിശ്വാസം പകരാൻ നേരിട്ടെത്തേണ്ടതല്ലേ? ഇതെല്ലാം കേരളം കണ്ടതല്ലേ. മുമ്പ് ഇതെല്ലാം ഉണ്ടായപ്പോഴത്തേക്ക് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഉണ്ടാകുമ്പോഴെല്ലാം അവരുടെ കൂടെ MLA ഉണ്ട്, മന്ത്രിയുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് എവിടെയോ ഉണ്ട്, ഇവിടെ ഇല്ല അവരാരും. ഇവിടെ ഇല്ല അവരാരെയും, ആരെയും കാണുന്നില്ല. ഈ പോക്ക് ഇത് പറ്റില്ല. ഇത് വല്ലാത്ത അനീതിയാണിത്. ഇത് പറയാൻ വാക്കുകളില്ല. ഇത്തരം ഒരു സംഭവത്തിന് ചുമതല മന്ത്രിയെ കാണാനില്ല. ചുമതലയായിട്ടൊരു മന്ത്രിക്ക് ചുമതല കൊടുക്കണ്ടേ? പിന്നെ ചുമതല ഏതെങ്കിലും ഒരു മന്ത്രിയെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണ്ടേ? ഇവിടെ MLA 15 വർഷം MLA ആയിരുന്ന V ശശി എൻ്റെ അടുത്ത് നിൽക്കുകയല്ലേ. ഇതായിരുന്നു സ്ഥിതി. ഇവിടെ നിരന്തരമായ ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിൻ്റെ ഘട്ടങ്ങളിലെല്ലാം തന്നെ അതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ കോർഡിനേറ്റ് ചെയ്യാൻ MLA മുന്നിലായിരുന്നു. ആ നിലയിലുള്ള കോർഡിനേഷനൊന്നും ഇത്തവണ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ മാത്രമല്ല, ഞങ്ങളിത് കഴിഞ്ഞിട്ട് വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്, പുല്ലുവിളയിൽ പോവുകയാണ്. എല്ലാ സ്ഥലത്തെയും ദുരിത കേന്ദ്രങ്ങളുടെ അനുഭവം ഒരേ അനുഭവമാണ്. ഇതുപോലെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തരമായും മുഖ്യമന്ത്രി ഉണർന്ന് രംഗത്ത് വരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇത് ഒരു ശാശ്വതമായ പരിഹാരമല്ലേ വേണ്ട? ശാശ്വതമായ പരിഹാരം രണ്ടാമത്. ആദ്യം ഉണ്ടാകേണ്ടത് അടിയന്തര സഹായമാണ്, അടിയന്തര പരിഹാരം. അല്ല, അതെല്ലാം നമുക്കുണ്ടാക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പോയിട്ട് പറഞ്ഞല്ലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പത്തനംതിട്ട തുടങ്ങുമെന്ന്. അതെല്ലാം മുഖ്യമന്ത്രി പറയട്ടെ. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതിന്റെ അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ CPI നേതാക്കൾ അവിടെ എത്തി പ്രതികരിച്ചത്. എന്തായാലും ഈ കാര്യത്തിലൊക്കെ കോസ്റ്റ് ഗാർഡ് ആയാലും നേവി ആയാലും ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നു. മന്ത്രിമാർ തന്നെ നേരിട്ടെത്തി ആ പ്രശ്നം പരിഹരിക്കണമായിരുന്നു. പക്ഷേ അത് ഒന്നും നടക്കുന്നില്ല എന്നതാണ് CPI നേതാക്കളുടെ ആരോപണം.